നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. കാസർഗോഡ് ബസ്സിൽ ബൈക്കിടിച്ച് യുവതി മരിച്ചു. അപകടം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം. ഡ്രൈവറുടെ അശ്രദ്ധയെന്ന് ആക്ഷേപം. ജനം റോഡ് തടഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് നേരെയും മർദ്ദനം. പരീക്ഷാ സബ്സിഡി നിർത്തലാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തം. SBIയുടെ മുന്നിൽ ധർണാ സമരം. കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് മേലെ കടന്നുകയറ്റം നടത്തുകയാണെന്ന് RYF ദേശീയ ജനറൽ സെക്രട്ടറി സലീം പി ചാക്കോ. ഒരു വർഷം കൊണ്ട് മോഡി സർക്കാരിന് ജനം മടുത്തതായും സലീം പി ചാക്കോ. LBS ക്യാമ്പസിൽ പുതിയ സ്റ്റേഡിയം ഒരുങ്ങുന്നു. പൂർത്തിയാവുന്നത് ജില്ലയിലെ മികച്ച സ്റ്റേഡിയങ്ങളിൽ ഒന്ന്. നേട്ടങ്ങളുടെ പടികയറി പോവൽ LBS കോളേജ്. നീതിയുടെ കാവലാൾ പടിയിറങ്ങി. ജസ്റ്റിസ് NJ ശക്തിധരന് വികാരനിർഭരമായ യാത്രയയപ്പ്. സേവന മനസ്സുമായി ഓട്ടോ തൊഴിലാളികൾ. നഗരപാതയിലെ വെള്ളക്കെട്ടിന് പരിഹാരം. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് ബസ് ബൈക്കിലിടിച്ച് യുവതി മരിച്ചു. അണങ്കൂരിലെ അനീഫയുടെ ഭാര്യ റസിയാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു അപകടം. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. അണങ്കൂരിലെ അനീഫയുടെ ഭാര്യ റസിയാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. KL 14L 462 നമ്പർ ബൈക്കിൽ KL 13M 8455 മഹാഗണേഷ് ബസ്സാണ് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചുവീണ യുവതിയുടെ ദേഹത്ത് ബസ് കയറിയിറങ്ങുകയായിരുന്നു. യുവതി തൽക്ഷണം മരിച്ചു. തല ചിന്നിച്ചിതറി. മരിച്ച റസിയയ്ക്ക് 2 കുട്ടികളുണ്ട്. അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധയാണെന്ന് ആരോപിച്ച് ജനം റോഡ് തടഞ്ഞു. മണിക്കൂറുകളോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയും ഒരു സംഘം ആക്രമണം അഴിച്ചുവിട്ടു. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു കാസർഗോഡ് നഗരത്തിൽ യുവതി ബസ്സിടിച്ച് മരിച്ചത്. അണങ്കൂരിലെ അനീഫയുടെ ഭാര്യ റസിയാണ് മരിച്ചത്. അപകടം നടന്നയുടനെ ബസ് ഡ്രൈവറുടെ അശ്രദ്ധയാണ് മരണത്തിന് കാരണമെന്നാരോപിച്ച് ഒരു സംഘം ദേശീയപാതയിൽ റോഡ് തടഞ്ഞു. മണിക്കൂറുകളോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. ഇതോടെ ജോലി കഴിഞ്ഞും വീടുകളിലേക്ക് മടങ്ങുകയായിരുന്ന സ്ത്രീകളടക്കമുള്ളവരും വിദ്യാർത്ഥികളും പെരുവഴിയിലായി. വാഹനം കിട്ടാതെ അവർ നെട്ടോട്ടമോടി. അതിനിടെ സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ ഒരു സംഘം കയ്യേറ്റം ചെയ്തു. അപകടം നടന്ന ഉടനെ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലെത്തിക്കുന്നതിന് പകരം അപകടം വരുത്തിയ ബസ് ഡ്രൈവറെ രക്ഷിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ബസ് ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്നാണ് അവർ പറയുന്നത്. പെടുന്നതിന് വാഹനങ്ങൾ നിശ്ചലമായപ്പോൾ ജനങ്ങൾ ഭീതിയിലായി. എങ്ങോട്ട് പോകണമെന്നറിയാതെ ജനങ്ങൾ ഭീതിയോടെ നിൽക്കുന്നതും കാണാമായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെ കടന്നുകയറ്റം നടത്തുകയാണെന്ന് RYF ദേശീയ ജനറൽ സെക്രട്ടറി സലീം പി ചാക്കോ പറഞ്ഞു. കാഞ്ഞങ്ങാട് നടന്ന സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാർ സിവിൽ സമൂഹത്തിനെതിരെ നടത്തുന്ന ഏറ്റുമുട്ടൽ പൗരസമൂഹം ചെറുക്കാത്തത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് RYF ദേശീയ ജനറൽ സെക്രട്ടറി സലീം പി ചാക്കോ പറഞ്ഞു. കാഞ്ഞങ്ങാട് RSP മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം സമ്മേളനത്തിൽ ബാലകൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷനായി. RSP ജില്ലാ സെക്രട്ടറി PC രാജേന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഹരീഷ് B നമ്പ്യാർ, കരിവള്ളൂർ വിജയൻ, കരീം ചന്ദേര, PR കുഞ്ഞിരാമൻ, N വിജയൻ എന്നിവർ സംസാരിച്ചു. K ലക്ഷ്മണൻ നമ്പ്യാരെ മണ്ഡലം സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. പരീക്ഷാ സബ്സിഡി നിർത്തലാക്കിയതിൽ വ്യാപക പ്രതിഷേധം. SBIയുടെ മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. കേരള കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സമരം. കാർഷിക വായ്പാ പരീക്ഷാ സബ്സിഡി നിർത്തലാക്കിയ സർക്കാർ നടപടി വൻ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. ഇതിന്റെ ഭാഗമായി കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിദ്യാനഗർ ബ്രാഞ്ചിന് മുമ്പിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കർഷകരുടെ വിളയിക്കുന്ന ധർണ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് P ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്തെ കൃഷിക്കാർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ അതെല്ലാം തന്നെ തട്ടിയെടുക്കാനുള്ള നടപടിയാണ് മോഡി ഗവൺമെന്റ്, BJP ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിനകത്ത് ചെയ്തു വരുന്നത് എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ കാലം അത്രയും നമ്മുടെ നാട്ടിനകത്ത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ പൊതുമേഖലാ ബാങ്കിനകത്ത് ചെന്നാൽ നമുക്ക് 7% കാർഷിക വായ്പ ലഭിക്കുമായിരുന്നു. 7% കാർഷിക വായ്പയുടെ പലിശ. ആ കാർഷിക വായ്പയുടെ പലിശക്ക് കൃത്യമായിട്ട് തിരിച്ചടച്ചാൽ 3% സബ്സിഡി ഗവൺമെന്റ് നൽകുമായിരുന്നു. അങ്ങനെ വന്നാൽ 4% പലിശക്ക് കടം കിട്ടുന്ന ഒരവസ്ഥയാണ് നമ്മുടെ രാജ്യത്തിനകത്തുണ്ടായത്. എന്താ മോഡി ചെയ്ത്?
ലോഡ് ചെയ്തിരിക്കുന്നത് ആ പലിശ പൂർണ്ണമായിട്ടും ഒഴിവാക്കി, അങ്ങനെ സബ്സിഡി ഒഴിവാക്കി. ഇപ്പോ കാർഷിക വായ്പക്ക് പോയാൽ 12% മാത്രമേ കടം കിട്ടൂ എന്നൊരവസ്ഥയാണ് നാട്ടിനകത്തുള്ളത്. ഇതാണ് കൃഷിക്കാർക്ക് നല്ല ദിനങ്ങൾ മോഡി സമ്മാനിക്കുന്നത്. ഏരിയ പ്രസിഡന്റ് കളരി കൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KP പ്രഭാകരൻ മാസ്റ്റർ, A രവീന്ദ്രൻ, KJ ജിമ്മി, PV കുഞ്ഞമ്പു, അബ്ദുൾ റഹ്മാൻ ധന്യവാദ്, K ഭുജംഗഷെട്ടി എന്നിവർ സംസാരിച്ചു. കാർഷിക രംഗത്ത് സർക്കാർ നിക്ഷേപം കുറക്കുന്നതിനായി നബാർഡ് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സബ്സിഡി നിർത്തലാക്കിയത്. ഇതിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ 12 കേന്ദ്രങ്ങളിൽ ധർണ സംഘടിപ്പിച്ചു. 10ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശകൾ സ്വാഗതാർഹമെന്ന് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രവർത്തക സമിതി അഭിപ്രായപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് നടന്ന കൺവെൻഷനിലാണ് ഈ അഭിപ്രായം ഉന്നയിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വർഷങ്ങളായി ഉന്നയിക്കുന്ന നിരവധി ആവശ്യങ്ങൾക്ക് ശമ്പള കമ്മീഷൻ അംഗീകാരം നൽകിയിട്ടുണ്ട്. സൗജന്യ ചികിത്സാ സഹായ നിധി അംഗീകരിക്കുകയുണ്ടായി. ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് K കരുണാകരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. സൗജന്യ ചികിത്സാ സഹായം മറ്റൊരു സംഘടനയെ ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ പെൻഷൻ പരിഷ്കരണം, സൗജന്യ ചികിത്സാ സഹായം ഉൾപ്പെടെ നടപ്പാക്കണമെന്ന നമ്മുടെ നിവേദനം ഗൗരവപൂർവ്വം ഗവൺമെന്റിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ നമ്മുടെ സംഘടനയ്ക്ക് കഴിഞ്ഞു. അതാണ് ഇത്രയധികം നേട്ടം. വ്യവസ്ഥാപിതമായി കേരളത്തിൽ ഇന്നോളം പെൻഷൻകാർക്ക് ലഭിക്കാത്ത നേട്ടങ്ങൾ നമുക്ക് ഈ കമ്മീഷനിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നേട്ടം അഭിമാനകരമാണ് എന്ന വസ്തുത നമ്മൾ പരസ്പരം സംവേദിച്ചാൽ മാത്രം പോരാ. കേരളത്തിലെ പരസ്പരം പെൻഷൻകാർ. ജില്ലാ പ്രസിഡന്റ് അച്ചേരി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി D അരവിന്ദാക്ഷൻ, KV ചന്ദ്രശേഖരൻ, K കരുണാകരൻ, പത്മനാഭൻ പാലേരി, കരിച്ചേരി നാരായണൻ, P ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി K കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. നീതിയുടെ കാവലാൾ പടിയിറങ്ങി. ജില്ലാ ജഡ്ജി NJ ശക്തിധരൻ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചു. സഹപ്രവർത്തകരും ജീവനക്കാരും വികാരനിർഭരമായ യാത്രയപ്പാണ് നൽകിയത്. ജില്ലയിലെ നിരവധി കേസുകളിൽ സുപ്രധാന വിധികൾ പ്രസ്താവിച്ചതിലൂടെ ശ്രദ്ധ നേടിയ ജില്ലാ സെഷൻസ് ജഡ്ജി NJ ശക്തിധരന് സ്നേഹനിർഭരമായ യാത്രയപ്പാണ് നൽകിയത്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു യാത്രയപ്പ് സംഗമം സംഘടിപ്പിച്ചത്. കേസുകൾ പെട്ടെന്ന് തീർപ്പാകുന്ന കാര്യത്തിൽ ഇദ്ദേഹം സംസ്ഥാനത്തിൽ തന്നെ 1ാം നിരയിലാണ്. ഏത് കേസുകളിലും ഇരകളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് വിധി പ്രസ്താവിക്കുന്നത് ശക്തിധരനെ നീതിന്യായ വഴിയിലെ നന്മയുടെ മുഖമാക്കി മാറ്റി. വിധി പ്രസ്താവിച്ച സഫിയ വധക്കേസിലടക്കം ഇതാണ് കണ്ടത്. 1998 ന്യായാധിപനായി ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ മുൻസിഫായിട്ടായിരുന്നു തുടക്കം. പിന്നീട് വിവിധ കോടതികളിൽ സേവനം അനുഷ്ഠിച്ചു. വയനാട് ജില്ലാ ജഡ്ജിയായിരിക്കെയാണ് കാസർകോട്ടേക്ക് സ്ഥലം മാറി വന്നത്. പാലക്കാട് ജില്ലയിലെ നെന്മറയിലാണ് NJ ശക്തിധരൻ ജനിച്ചതും വളർന്നതും. 2013 അദ്ദേഹം കാസർഗോഡ് ചാർജ് എടുത്തത്. തളങ്കര ഇരട്ടക്കൊലക്കേസിന്റെ വിധിയോടെയായിരുന്നു തുടക്കം. ഇപ്പോൾ അവസാനം സഫിയ വധക്കേസ് വരെ നിരവധി കേസുകൾ തീർപ്പാക്കിയ ചാരിതാർത്ഥ്യത്തിലാണ് അദ്ദേഹം കാസർഗോഡിനോട് വിട പറയുന്നത്. ഞാനൊരു റോബോട്ട് മാത്രമായിരുന്നു. എനിക്ക് തരുന്ന ഫീ അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. അത് ടൈമിലായിട്ട് ഞാൻ പ്രവർത്തിച്ചു എന്നുള്ളത് ശരിയായിരിക്കാം. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് ശക്തികൾ എനിക്ക് രാപ്പകലില്ലാതെ തന്നിട്ടുള്ള, വിശ്രമമില്ലാതെ തന്നിട്ടുള്ള സഹകരണമാണ് എന്നെ നിങ്ങൾ പറഞ്ഞ വാക്കുകളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. വടകര കുടുംബ കോടതി ജഡ്ജിയായി സ്ഥാനമേൽക്കുന്ന M ശക്തിധരൻ എന്നും നീതിയുടെ കാവൽഭടനായിരുന്നു. യാത്രയപ്പ് സംഗമം ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ ഉദ്ഘാടനം ചെയ്തു. ഈ 2 വർഷത്തിനിടയിൽ വളരെ നല്ലൊരു അഭിപ്രായം കാസർഗോഡ് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം പ്രമാദമായ കേസുകളിൽ വിധി പറഞ്ഞ് കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ നൽകിയിട്ടാണ് തന്നെയാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നത്. K ദിനേശ്, TP സുരേഷ് ബാബു, NB രാജു, K മഹാലിംഗേശ്വർ ഭട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഉയരങ്ങളിലേക്ക് കുതിക്കുന്ന പൗവൽ LBS എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ പുതിയ സ്റ്റേഡിയം ഒരുങ്ങുന്നു. ജില്ലയിലെ ഏറ്റവും മികച്ച സ്റ്റേഡിയങ്ങളിൽ ഒന്നിന്റെ പണിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ ഏറ്റവും മികച്ച സ്റ്റേഡിയങ്ങളിൽ ഒന്നിന്റെ പണിയാണ് LBS കോളേജ് ക്യാമ്പസിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. 2 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയം അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ളതാണ്. പ്രധാന ഗെയിമുകളായ ക്രിക്കറ്റിനും ഫുട്ബോളിനും പുറമെ അത്ലറ്റിക് മത്സരങ്ങൾക്കും സ്റ്റേഡിയം ഉപയോഗിക്കും. കോളേജിന്റെ ആവശ്യങ്ങൾക്ക് പുറമെ മറ്റു മത്സരങ്ങൾക്കും സ്റ്റേഡിയം വാടകയ്ക്ക് നൽകും. ജില്ലയിലെ പ്രധാന മത്സരങ്ങളായ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ലീഗ് ക്രിക്കറ്റിനും ഈ ഗ്രൗണ്ട് വേദിയാവും.
ഏറെക്കാലത്തെ സ്വപ്നമാണ് സഫലമാവുന്നതെന്ന് PTA സെക്രട്ടറി PS സാമുവൽ പറഞ്ഞു. ഈ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിലൊന്നാണ്. ഏതാണ്ട് 4.5 ഏക്കർ സ്ഥലത്ത് ആണ് സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. 400 മീറ്റർ ട്രാക്കിൻ്റെ 4 ട്രാക്ക് വരയ്ക്കാവുന്ന രീതിയിലുള്ള, അതായത് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും നടക്കുന്ന അത്ലറ്റിക് മത്സരങ്ങൾക്കും ക്രിക്കറ്റ്, ഫുട്ബോൾ തുടങ്ങിയ മത്സരങ്ങൾക്കും LBS സെൻറ്റർ വേദിയാകുന്നതോടുകൂടി ഈ മുളയാർ പഞ്ചായത്തിന് മാത്രമല്ല കാസർഗോഡ് ജില്ലയുടെ തന്നെ കായിക രംഗത്ത് ഒരു പുതിയ ഉണർവ് ഈ കോളേജ് സ്റ്റേഡിയത്തിന് നൽകുവാൻ കഴിയും. ഒപ്പം തന്നെ ഈ ബോവികാനന്ദ പരിസര പ്രദേശങ്ങളിലുള്ള സ്കൂളുകളിലെ കോളേജുകളിലെ കുട്ടികൾക്ക് അവരുടെ മത്സരങ്ങൾക്ക് വേദിയാക്കി മാറ്റുന്നതിനും കഴിയും. സ്റ്റേഡിയത്തോടൊപ്പം മറ്റു പല രംഗങ്ങളിലും LBS കുതിപ്പിന്റെ പാതയിലാണ്. 240 കുട്ടികളുമായി തുടങ്ങിയ കോളേജിൽ ഇന്ന് BTech, MTech കോഴ്സുകളിലായി 2346 പേർ പഠനം നടത്തുന്നു. 53 ഏക്കർ സ്ഥലത്താണ് LBS പ്രവർത്തിക്കുന്നത്. 9 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ ക്ലാസ് കം ബ്ലോക്ക് നിർമ്മാണത്തിന്റെ ടെൻഡർ പൂർത്തിയായി. ആധുനിക രീതിയിലുള്ള ഇൻഡോർ സ്റ്റേഡിയവും ഇവിടെ നിർമ്മിക്കും. നിലവിലെ കോഴ്സുകൾക്ക് പുറമെ കൂടുതൽ കോഴ്സുകൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ നവാസ് പറഞ്ഞു. LBS എഞ്ചിനീയറിംഗ് കോളേജ് ഇന്ന് വളരെ പുതിയ വികസനങ്ങളെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ, പുതിയ പുരോഗതികൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് 2000-ഓളം വിദ്യാർത്ഥികളാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇവിടെ പഠിക്കുന്നത്. പുതിയ 4 PG കോഴ്സുകൾ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കുക എന്നുള്ളത്. അവർ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ അവർക്ക് ജോലി കിട്ടുക എന്നുള്ളത് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ പുലർത്തുകയും ധാരാളം വിദ്യാർത്ഥികൾ ഇന്ന് 3 വർഷം കഴിയുമ്പോൾ തന്നെ ജോലി ലഭിച്ചു പോകുന്നുമുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വളരെയധികം വിപുലപ്പെടുത്താൻ സാധിച്ചു. സ്പോർട്സ് ഗ്രൗണ്ടുകൾ 2 അത് പുതിയതായി വരികയാണ്. 2 കോടിയും 25 ലക്ഷം വീതം ചെലവ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേഡിയവും ഒരു മൾട്ടി സ്പോർട്സ് സ്പേസും. ഇൻഫർമേഷൻ ടെക്നോളജി, സിവിൽ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ 6 BTech ബ്രാഞ്ചുകളിലായി 2112 സിവിൽ എഞ്ചിനീയറിംഗ് ഒഴികെയുള്ള MTech കോഴ്സുകളിലും MCA കോഴ്സുകളിലുമായി 234 ഉൾപ്പെടെ 2346 കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ പഠനം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജീവിതം സേവനമാക്കി ഇബ്രാഹിം. മഞ്ചേശ്വരം പൊസോട്ട 45-കാരനാണ് ജീവിതത്തെ നന്മകൾ കൊണ്ട് അടയാളപ്പെടുത്തുന്നത്. മഞ്ചേശ്വരം പൊസോട്ട് 10 വയസ്സ് മുതൽ 35 വർഷക്കാലത്തോളമായി പത്രവിതരണം നടത്തുന്ന ഇബ്രാഹിമിനെ അറിയാത്തവർ വിരളം. നാട്ടിൽ നടക്കുന്ന ഏത് കാര്യവും ഈ 45-കാരൻ അറിയും. പത്രവിതരണത്തിലൂടെ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് 2 പെൺമക്കളെ നന്നായി പഠിപ്പിക്കുന്നു ഇദ്ദേഹം. ബാക്കി വരുന്ന തുക സന്നദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഇബ്രാഹിമിന് വിദ്യാഭ്യാസമില്ലാത്തതാണ് ഏറ്റവും വലിയ ദുഃഖം. നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമാണ് ഇബ്രാഹിം. ബസ് കാത്തു നിൽക്കുന്നവർക്കും അവശത അനുഭവിക്കുന്നവർക്കും എന്നും താങ്ങായി ഇദ്ദേഹം പ്രവർത്തിക്കുന്നു. ബസ് യാത്രയ്ക്ക് കയ്യിൽ കാശില്ലാതെ വന്നാൽ ഇബ്രാഹിമിനെ കണ്ടാൽ മതിയാകും. തന്നാൽ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യുന്ന ഇദ്ദേഹം നാട്ടുകാർക്കും പ്രിയങ്കരനാണ്. ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടാകും. ചിലർ ഇങ്ങനെയാണ്: മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കാളിയാവുകയും അതിലൂടെ അവർക്ക് ആശ്വാസം ചൊരിയുകയും ചെയ്യും. ഞാൻ 10 വയസ്സിൽ ഞാൻ സുറാക്കുന്നു. ചില സൗകര്യം മതിയാന്നില്ല. ചില കൂടെ കേരള ബസ് അവിടെ നിൽക്കുന്നു, കർണാടക ബസ് ഇവിടെ നിൽക്കുന്നു. ചില ഒരു സൗകര്യമില്ല ആൾമാർക്ക്, ഒരു ഇതില്ല, തലപ്പാടിഞ്ഞിട്ട് ഒരു കൊളുസില്ല. ആണ് ഞാൻ അല്ലെങ്കിൽ സ്റ്റോൾ വെക്കുന്നത് വേണ്ടെന്നാക്കി. ചില എന്താ പറയുക, ആൾമാർ പാതി ആളൂടെ ബസ്സിക്ക് വരുന്ന ആൾമാർ കീന്ന് ഒരു പോക്ക് വന്നത് ചെയ്തു. പിന്നെ ആരാളും സ്റ്റോപ്പാന്നില്ല ഇവിടെ. അതല്ല മാസത്ത് പോകുന്നു, ഇതെല്ലാം പോകുന്നു. വേറെ കഷ്ടം മാത്രം പണി. മതാലാറക്കാലിലെ ഭാരി കഷ്ടമാണ്. ഇനി ആരായിട്ട് ഇതിനെ ഫീൽഡാക്കോ ഇല്ല. ഇതാണ് പൊസോട്ട് ഇബ്രാഹിം. മഞ്ചേശ്വരം പൊസോട്ട് അബ്ദുൾ റഹ്മാൻ ആസിമ ദമ്പതികളുടെ 4ാമത്തെ മകനാണ് ഇബ്രാഹിം. മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ ഇറങ്ങുന്ന ഏത് പത്രവും ഇദ്ദേഹത്തിനടുത്തുള്ളത് കാരണം പലരും അന്വേഷിച്ചു വരാറുണ്ട്. തന്റെ സൈക്കിളിൽ രാവിലെ 4 മണിക്ക് തുടങ്ങുന്ന യാത്ര വൈകുന്നേരം 8 മണി വരെ തുടരും. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. BMS സ്ഥാപക ദിനം ആചരിച്ചു. കാസർഗോഡ് ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഭാരതീയ മസ്ദൂർ സംഘിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ടൗൺ കമ്മിറ്റി തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു. ജൂലൈ 23 വ്യാപാരി ഭവനിലായിരുന്നു പരിപാടി. MTWA ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. സ്ഥാപന ദിന 1955
ജൂലൈ മാസം 23-ാം തീയതി മധ്യപ്രദേശിലെ ഭോപ്പാലിൽ വെച്ച് ഈ പ്രസ്ഥാനം രൂപം കൊണ്ടത് സാധാരണ ഒരു ദിവസമല്ല. ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അതിനുവേണ്ടി ജീവത്യാഗം ചെയ്ത ബാലഗംഗാധര തിലകിന്റെ ജന്മദിനം കൂടിയാണ് ഈ ജൂലൈ 23. BMS ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ നെല്ലിക്കുന്ന് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ RSS താലൂക്ക് കാര്യവാഹക് പവിത്രൻ KK പുറം, P ദിനേഷ് ബംബ്രാണ, ശിവപ്രസാദ് താളിപ്പടുപ്പ് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ യൂണിറ്റുകളിലും സ്ഥാപക ദിനം ആചരിച്ചു. കർഷക വായ്പയുടെ സബ്സിഡി പലിശ എടുത്തു കളഞ്ഞതിൽ പ്രതിഷേധം. കർഷക സംഘം കാഞ്ഞങ്ങാട്ട് ധർണാ സമരം സംഘടിപ്പിച്ചു. കർഷകരുടെ ബാങ്ക് വായ്പയ്ക്ക് സബ്സിഡി പലിശ എടുത്തു കളഞ്ഞതിൽ പ്രതിഷേധിച്ച് കർഷക സംഘം പ്രവർത്തകർ സിൻഡിക്കേറ്റ് ബാങ്കിന് മുന്നിൽ ധർണാ സമരം നടത്തി. സമരം ജില്ലാ കമ്മിറ്റി അംഗം PR ചാക്കോ ഉദ്ഘാടനം ചെയ്തു. ചെറുകിട കർഷകരുടെ കാർഷിക ലോണുകൾക്ക് പലിശ ഇല്ലാതെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ പലിശ സബ്സിഡി എടുത്തു കളഞ്ഞാൽ മറ്റ് ആവശ്യങ്ങൾക്ക് ലോൺ എടുക്കുന്നത് പോലെ തന്നെ 10 മുതൽ 14% വരെയുള്ള പലിശ കർഷകൻ അവരുടെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ലോണിന് നൽകേണ്ടി വരും. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് A കൃഷ്ണൻ, P നാരായണൻ എന്നിവർ സംസാരിച്ചു. മൂലക്കണ്ടം പ്രഭാകരൻ സ്വാഗതവും B ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ വിശദീകരിച്ച് ലീഡ് ബാങ്ക്. കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. നഗരസഭാ ചെയർമാൻ T അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാൻ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. കാസർഗോഡ് കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. നഗരസഭാ ചെയർമാൻ T അബ്ദുള്ള യോഗം ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും ഗവൺമെന്റുകൾ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ള പരാതി പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ വിവിധ സുരക്ഷാ പെൻഷനുകൾ അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. യഥാർത്ഥത്തിൽ അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നതാണ് ഇപ്പം പറഞ്ഞ കണക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലീഡ് ബാങ്ക് മാനേജർ NK അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനമന്ത്രിയുടെ ജനധൻ യോജന പദ്ധതികളായ PMJJDY, PMSDY, APY, PMMY എന്നിവയെക്കുറിച്ച് വിശദമായ ക്ലാസ് നടത്തി. നാരായണൻ, രാധാകൃഷ്ണൻ, ഹരിദാസൻ, സത്യപാൽ എന്നിവർ സംസാരിച്ചു. നഗരപാതയിലെ വെള്ളക്കെട്ടിന് പരിഹാരമൊരുക്കാൻ ഓട്ടോ തൊഴിലാളികൾ രംഗത്തിറങ്ങി. മീൻ മാർക്കറ്റ് റോഡിലെ ഓട്ടോ തൊഴിലാളികളാണ് റോഡ് നന്നാക്കാൻ രംഗത്തിറങ്ങിയത്. മഴ കനത്തതോടെ തകർന്നു കിടക്കുന്ന കാഞ്ഞങ്ങാട് നഗരത്തിലെ റോഡിൽ താൽക്കാലിക പരിഹാരമൊരുക്കാൻ ഓട്ടോ തൊഴിലാളികൾ കൈകോർത്തു. ട്രേഡ് യൂണിയൻ വ്യത്യാസമില്ലാതെ ഓട്ടോ തൊഴിലാളികൾ ഒന്നടങ്കം റോഡ് നന്നാക്കാനായി രംഗത്തിറങ്ങി. മീൻ മാർക്കറ്റ് റോഡ് മുതൽ ഇന്ത്യൻ കോഫി ഹൗസ് റോഡ് വരെയുള്ള ഭാഗം തൊഴിലാളികൾ ശുചീകരിച്ചു. കുണ്ടും കുഴിയും നിറഞ്ഞ ഭാഗത്ത് കല്ലുകൾ നിറച്ച് താൽക്കാലിക പരിഹാരമുണ്ടാക്കിയ ശേഷമാണ് അവർ മടങ്ങിയത്. പ്രവർത്തനങ്ങൾക്ക് സതീശൻ മടിക്കൈ, നവീൻ അട്ടേങ്ങാനം, രാഘവൻ ഏക്കാൽ, മജീദ് പാറപ്പള്ളി, രാജേഷ് രാംനഗർ തുടങ്ങിയവർ നേതൃത്വമേകി. KSRTC കാഞ്ഞങ്ങാട് ഡിപ്പോയിലെ ജീവനക്കാരുടെ കുറവ് നികത്താൻ നടപടി വേണമെന്ന് KSRTC എംപ്ലോയീസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. CITU കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. KSRTC കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാൻ നടപടി വേണമെന്ന് KSRT എംപ്ലോയീസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് ഡിപ്പോയിലെ ബസ് സർവീസ് കാര്യക്ഷമമാക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയർന്നു. സെപ്റ്റംബർ 22 ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ സമ്മേളനം തീരുമാനിച്ചു. സമ്മേളനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കാനും പെൻഷൻകാരെ രക്ഷിക്കാൻ ആവശ്യമായ വികാരത്തിലേക്ക് ജനങ്ങളെ ആകെ എത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്താൻ നമ്മുടെ സംഘടനക്ക് സാധിച്ചു എന്നുള്ളതാണ് വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ സംഘടനാപരമായ വിജയം. 920 രൂപീകരണ സമയത്ത് പറഞ്ഞ കാര്യം ഇപ്പോഴും പ്രസക്തമല്ലേ? അന്ന് പറഞ്ഞു, രാജ്യത്തെ തൊഴിലാളികളെ ഞങ്ങൾ സംഘടിപ്പിക്കും, അവന് മെച്ചപ്പെട്ട കൂലി ആനുകൂല്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കൊടുക്കും, അവൻ്റെ ബോണസിന് വേണ്ടി നിങ്ങൾ പോരടിക്കും, ജോലി സ്ഥിരതയ്ക്ക് വേണ്ടി പോരടിക്കും. എന്നാൽ അങ്ങനെ പോരടിച്ച് നേടുന്ന ആനുകൂല്യങ്ങളെല്ലാം താൽക്കാലികമാണ്. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് രാഷ്ട്രീയ നിലപാടുകളും ഓരോ വ്യവസായ മേഖല തൊഴിലാളികളുടെ ജോലി സ്ഥിരതയും തമ്മിൽ പരസ്പരം ബന്ധമുണ്ട്. രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ് 1920 രാജ്യം ഭരിച്ചിരുന്നത്. ആ പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ വിശകലനം ചെയ്ത് പറഞ്ഞു, കോൺഗ്രസ് പാർട്ടി രാജ്യത്തെ കുത്തക മുതലാളിമാരുടെയും ഭൂപ്രമാണിമാരുടെയും വർഗ താൽപര്യം സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്.
KR വിജു അധ്യക്ഷനായി. DV അമ്പാടി, M ലക്ഷ്മണൻ, PT മോഹൻകുമാർ, MV കുഞ്ഞിരാമൻ, V പ്രസാദ്, K പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. M സന്തോഷ് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കാസർഗോഡ് ബസ്സിൽ ബൈക്കിടിച്ച് യുവതി മരിച്ചു. അപകടം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം. ഡ്രൈവറുടെ അശ്രദ്ധയെന്ന് ആക്ഷേപം. ജനം റോഡ് തടഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് നേരെയും മർദ്ദനം. പലിശ സബ്സിഡി നിർത്തലാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തം. SPAയുടെ മുന്നിൽ ധർണാ സമരം. കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് മേലെ കടന്നുകയറ്റം നടത്തുകയാണെന്ന് RYF ദേശീയ ജനറൽ സെക്രട്ടറി സലീം പി ചാക്കോ. ഒരു വർഷം കൊണ്ട് മോഡി സർക്കാരിന് ജനം മടുത്തതായും സലീം പി ചാക്കോ. LBS ക്യാമ്പസിൽ പുതിയ സ്റ്റേഡിയം ഒരുങ്ങുന്നു. പൂർത്തിയാവുന്നത് ജില്ലയിലെ മികച്ച സ്റ്റേഡിയങ്ങളിൽ ഒന്ന്. നേട്ടങ്ങളുടെ പടികയറി പോവൽ LBS കോളേജ്. നീതിയുടെ കാവലാൾ പടിയിറങ്ങി. ജസ്റ്റിസ് NJ ശക്തിധരന് വികാരനിർഭരമായ യാത്രയയപ്പ്. സേവന മനസ്സുമായി ഓട്ടോ തൊഴിലാളികൾ. നഗരപാതയിലെ വെള്ളക്കെട്ടിന് പരിഹാരം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.